സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ ഓഫ് കൈറോ. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ടോപ്പ് ബെസ്റ്റ് 3 ഡ്രിൽസും അതേപോലെ തന്നെ ചെറിയൊരു ബേസിക് ടിപ്പുമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ ഈ വീഡിയോ കാണുന്നവർ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി മറ്റന്മാരെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഇതുവരെയായിട്ട് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് ടോപ്പ് 3 ടിപ്സാണ് ഗൈസ്. ഇത് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ മിസ് ചെയ്താണ്, എനിക്ക് അത്ര പറയാനുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ദ ഫസ്റ്റ് തിങ് ഈസ് ബേസിക്സ്. നിങ്ങൾ ഏത് ഗെയിം എടുത്താലും അതിൻ്റെ ബേസിക്സ് കറക്റ്റാക്കാതെ ഒരിക്കലും പോകും. സോ നിങ്ങളുടെ ഗ്രാഫിക്സ് സ്റ്റൈൽ എപ്പോഴും സ്മൂത്തിലിടുക. അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് എപ്പോഴും നിങ്ങൾ മാക്സ് ചെയ്തിടുക. ഇപ്പോൾ എനിക്കിവിടെ അൾട്രാ എക്സ്ട്രീം വരെ ഉള്ളതുകൊണ്ട് ഞാൻ അൾട്രാ എക്സ്ട്രീം യൂസ് ചെയ്യുന്നു. സോ നിങ്ങളെപ്പോഴും അത് ശ്രദ്ധിക്കുക, ബേസിക്സ് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ഒരു 145 ഇടാനേ ഞാൻ പറയത്തുള്ളൂ. നമുക്ക് കൂട്ടിയിടണം, കൂട്ടിയിടാം. സോ സെൻസിറ്റിവിറ്റിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നില്ല, കാരണം ഇതിലിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ലെങ്തി ആയിപ്പോവും. സോ ഞാൻ സെൻസിറ്റിവിറ്റീൻ്റെ കാര്യം ഇതിൽ കാണിക്കുന്നില്ല, സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനലിന് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. 100 ലൈക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ ആ സെൻസിറ്റിവിറ്റീൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ സെൻസിറ്റിവിറ്റീൻ്റെ കാര്യത്തിൽ ഞാൻ മെയിനായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ ഒരിക്കലും വേറൊരാളുടെ സെൻസിറ്റിവിറ്റി യൂസ് ചെയ്യരുത്. സ്വന്തമായിട്ടൊരു സെൻസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ അത് പറയാം ഞാൻ എങ്ങനെ സ്വന്തമായിട്ടൊരു സെൻസിറ്റിവിറ്റി, പെർഫെക്റ്റ് സെൻസിറ്റിവിറ്റി, 0 സ്ട്രേറ്റ് സെൻസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. സോ അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ക്ഷമിക്കുക ഗൈസ്, ബിക്കോസ് ഇവിടെ ഭയങ്കര മഴയാണ്. സോ ആ മഴയുള്ള സമയത്താണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ നിങ്ങളത് ക്ഷമിക്കുക. ഓക്കെ, സോ നമ്മുടെ രണ്ടാമത്തെ ടിപ്പാണ് ക്രോസ് ഹെയർ പ്ലേസ്മെൻറ്റ്. അതായത് BGMIയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രോസ് ഹെയർ പ്ലേസ്മെൻറ്റ്. നമ്മളെപ്പോഴും ഹെഡ് കണക്ട് ചെയ്ത് എനിമിനെ അടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ M4-ന് ജസ്റ്റ് മാഗ് മാത്രം എടുത്ത് വെക്കുക. അതിന് ഒരു റെഡ് ഡോട്ട് എടുക്കാം. പിന്നെ സിംഗിൾ ടാപ്പിലിട്ടിട്ട് ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ഹെഡ് അടിച്ച് ഷിഫ്റ്റ് ചെയ്ത് അടുത്ത ബോട്ടിനെ അടിച്ച്, അങ്ങനെ ഓരോ ബോട്ടിനെ സിംഗിൾ ടാപ്പിൽ ഷിഫ്റ്റ് ചെയ്ത് നിങ്ങൾ അടിച്ച് പഠിക്കുക. സോ ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ബിക്കോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എനിമി 2 എനിമി കയറി വന്നു കഴിഞ്ഞാൽ ഒരു എനിമി അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് അടുത്തവനെ അടിക്കാനായിട്ട് ക്രോസ് ഹെയർ എളുപ്പത്തിൽ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കും. സോ നിങ്ങൾ ഫസ്റ്റ് ട്രെയിൻ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ദിവസം ഒരു 2 to 3 മിനിറ്റ്സ് നിങ്ങൾ ഇതേപോലെ സിംഗിൾ ടാപ്പിലിട്ട് ഫയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വേണമെങ്കിൽ ഓട്ടോ മോഡിലേക്ക് മാറ്റിയിട്ട് സ്പീഡപ്പ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ബർസ്റ്റ് പോലെ സ്പ്രേ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ സിംഗിൾ ടാപ്പ് മാറ്റി ഓട്ടോയിൽ നിങ്ങൾ അടിച്ച് ഷിഫ്റ്റ് ചെയ്യുക, അടിക്കുക ഷിഫ്റ്റ് ചെയ്യുക, അടിക്കുക ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെ മാറ്റി അടിച്ച് പഠിക്കുക. നമ്മുടെ ഈ വീഡിയോയിലെ മൂന്നാമത്തെ ടിപ്പാണ് റെഡ് ഡോട്ട് സ്പ്രേ. നിങ്ങൾ പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിലും കണ്ടു കാണും റെഡ് ഡോട്ട് ഇട്ട് നല്ല കിറ്റിലായിട്ട് സ്പ്രേ ചെയ്യുന്നത്. സോ നിങ്ങൾ അത് ഫാസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന പോലെ തന്നെ M4 സിംഗിൾ ടാപ്പ് റെഡ് ഡോട്ട്, ഈ ഒരു വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ സിംഗിൾ ടാപ്പിൽ ഫയർ ചെയ്ത് പഠിക്കുക, അതും ഹെഡ് ഷോട്ട് നോക്കി. സോ നിങ്ങൾ ഫസ്റ്റിൽ ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് സ്ലോ ആയിട്ട് ചെയ്യുക, സ്ലോ ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് അടിക്കാൻ നോക്കുക. ചാടിക്കൊരു സ്പീഡിലടിച്ച് ഞാൻ പ്രോയാന്ന് പറയും ആരും കളിക്കണ്ട, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് വേസ്റ്റ്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം സ്ലോ ആയിട്ട് ചെയ്ത് പഠിക്കുക. സോ സ്ലോ ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ സെൻസിറ്റിവിറ്റി എപ്പോഴും പക്കയായിരിക്കണം, എങ്കിലും നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആവും. ഓക്കെ, പിന്നെ നേരത്തെ ക്രോസ് ഹെയർ പ്ലേസ്മെൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇത് സിംഗിൾ ടാപ്പിൽ കുറച്ച് നാളത്തേക്ക് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് ഓട്ടോ മോഡിലോട്ടാക്കിയിട്ട് സ്പ്രേ ചെയ്ത് പഠിക്കുക. ഓക്കെ, നേരത്തെ ക്രോസ് ഹെയർ പ്ലേസ്മെൻറ്റ് കാണിച്ച പോലെ തന്നെ നിങ്ങൾ ഇത് ഓട്ടോയിലോട്ട് മാറ്റിയിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് ഹെഡ് ഷോട്ട് മാത്രം കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് ജിഗിൾ പ്ലസ് ക്രോസ് ഹെയർ. സോ പല പ്ലെയേഴ്സിനും പെട്ടുപോകുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ജിഗിൾ പ്ലസ് ക്രോസ് ഹെയർ എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജിഗിൾ മൂവ്മെൻറ്റ് ഇടുമ്പോൾ ക്രോസ് ഹെയർ എപ്പോഴും നമ്മുടെ ജിഗിൾ മൂവ്മെൻറ്റിൻ്റെ കൂടെ അങ്ങ് പോകും. ലൈക്ക് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നുണ്ട്, ഇതിനകത്ത് ഇടയ്ക്ക് വെച്ച് കാണിക്കുന്നുണ്ട് എങ്ങനെ ജിഗിൾ മൂവ്മെൻറ്റ് പോകും എന്നുള്ളത്. സോ നമ്മൾ പല തവണയും ജിഗിൾ മൂവ്മെൻറ്റും ക്രോസ് ഹെയർ ഇടുമ്പോഴത്തേക്കും ലൈക്ക് ഇതേപോലെ നമ്മുടെ ക്രോസ് ഹെയർ കൂടെ പോകും. സോ നിങ്ങളത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബോട്ടിൻ്റെ നേരെ ഫ്രണ്ടിൽ വരിക.
നേരെ ഫ്രണ്ട് വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഗൈറോസ്കോപ്പ് യൂസ് ചെയ്ത് ജിഗിളിനെ നമ്മുടെ ക്രോസ് ഹെയറിനെ കൺട്രോൾ ചെയ്തെടുക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ റൈറ്റിലോട്ട് ആ മൂവ്മെൻറ്റ് ഇടുന്നെങ്കിൽ നിങ്ങളുടെ ഗൈറോ ഇടത്തോട്ട് തിരിക്കുക, അതുപോലെ ഇടത്തോട്ട് ആ മൂവ്മെൻറ്റ് പോകുന്നതെങ്കിൽ റൈറ്റിലോട്ട് തിരിക്കാം. സോ അങ്ങനെ നിങ്ങൾ ക്രോസ് ഹെയർ വെച്ച് പഠിക്കാം. സോ ഫസ്റ്റ് ടിപ്പ് അതാണ്. അത് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഈ വീഡിയോ കാണുന്ന പോലെ നിങ്ങളുടെ ക്രോസ് ഹെയർ ഷിഫ്റ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതിന് ശേഷം നിങ്ങളിത് ഷിഫ്റ്റ് ചെയ്ത് പഠിക്കാവോ, അല്ലെങ്കിൽ ഒരിക്കലും കിട്ടത്തില്ല, വെറുതെ ആയി പോകത്തേ ഉള്ളൂ. സോ നിങ്ങൾ മാക്സിമം അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ക്രോസ് ഹെയർ ഷിഫ്റ്റ് ചെയ്ത് ഫയർ ചെയ്ത് പഠിക്കാം. സോ ഇതാണ് കേസ് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ടിപ്പ് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഒരിക്കലും മറക്കരുത്, സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല. അത് എനിക്കൊക്കെ ഒരു അംഗീകാരമായിരിക്കും. സോ നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക. 100 ലൈക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ സെൻസിറ്റിവിറ്റി സ്വന്തമായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ തരുന്നതായിരിക്കും. സെൻസിറ്റിവിറ്റിൻ്റെ ഫുൾ സെറ്റിങ്സ്, അതായത് നിങ്ങളുടെ ഫോണിലുള്ള ഗൈറോനെ പറ്റി വരെ നമ്മൾ വീഡിയോ ഇറക്കുന്നതായിരിക്കും. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓളൊക്കെ കിട്ടുക. ഓക്കെ, ബൈ ബൈ.